സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മനസ്സ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പവർ എത്രയാണെന്നറിയോ? നമ്മൾ ശരിക്കും അതിനെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഓരോ ചിന്തകളും അതുപോലെ ഓരോ ആഗ്രഹങ്ങളും അതിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് എത്ര കണ്ട് നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്ന സംഗതിയാണെങ്കിൽ പോലും ഇതുകൊണ്ടാണ് പറയുക മനസ്സിന് അത്രമേൽ പവർ ഉണ്ടെന്ന് പറയാൻ കാരണം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് അത് മനസ്സിലേക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹം അത്രമേൽ തീവ്രമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് തന്നെ അതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്തായാലും ഉണർന്നിരിക്കുന്ന സമയത്തായാലും ഒക്കെ നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നതൊക്കെ അതിലേക്കുള്ള എളുപ്പ വഴികളായിട്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറക്കുന്ന കാണാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ബെൻസ് കാർ വാങ്ങിക്കുന്ന അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചെന്ന് കരുതാം. കുറേ കാലത്ത് ആഗ്രഹമാണെന്ന് വിചാരിക്കാം. അതിങ്ങനെ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ റോഡിലൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മൊത്തം ബെൻസ് കാറായിരിക്കും എൻ്റെ കണ്ണിൽ മുമ്പിൽ കാണുക, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം അതായിരിക്കും. അപ്പോൾ കണ്ട് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയുകയും കൂടാതെ തന്നെ അത് നമ്മൾക്ക് മനസ്സിലേക്ക് അത് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നുള്ളൊരു മൈൻഡ് അതിതീവ്രമായിട്ട് ആഗ്രഹം വരികയും അതിലേക്കുള്ള വഴികൾ നമ്മളായിട്ട് തന്നെ നമ്മളെ മൈൻഡ് തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിതീവ്രമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്ന് ആഗ്രഹിക്കണം. വെറുതെ മനസ്സിനെ ഇങ്ങനെ അഴിച്ചു വിടാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിനങ്ങ് കൊടുക്കി. അപ്പോൾ നമ്മുടെ ആ ആഗ്രഹത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ തനിയെ അങ്ങ് എത്തും. എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ. എനിക്ക് 1-2 അനുഭവം അതിലൂടെ ഉണ്ട്. കാരണം ഞാൻ നഴ്സിംഗ് ഫീൽഡ് എന്നുള്ള ഒരു സംഭവം എനിക്ക് വളരെ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹിച്ച ഒരു ജോബായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആ ഒരു സമയം അപ്പോൾ ഞാനിനി ആ ഒരു ഫീൽഡിൽ എത്തൂല, ഇനി എങ്ങനെ എത്താനാ എന്ന് കരുതി നിരാശപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് സിസ്റ്റർമാരെയും ഡോക്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ അതായിരുന്നെങ്കിൽ അത്രയും എനിക്കിഷ്ടമായിരുന്നു ആ ഒരു ജോബിനോട്. എന്നിട്ട് സങ്കടവും മനസ്സിൽ വരും, എനിക്കാവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നർ മൈൻഡിൽ അതുണ്ടെങ്കിൽ കൂടിയിട്ടും ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് ഞാനതങ്ങ് മാറ്റി വെച്ചൊരു സംഗതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലം അതിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു തന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ഞാൻ ആ ഒരു ഫീൽഡിലാണ്, ആ ഫീൽഡിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിന് ഇപ്പം ചെറിയ രീതിയിലാണെങ്കിലും ഒരു ക്ലിനിക്കിൻ്റെ MD ആണ് എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു അനുഭവം മാത്രം കേട്ടോ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ മൈൻഡിൻ്റെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ മനസ്സിലേക്ക് ഓരോ തോട്ടുകളും ചിന്തകളും നല്ല നല്ല ചിന്തകൾ നമ്മൾ ഇട്ടുകൊടുത്ത് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ലൈഫ്. ബൈ.